നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുസംക്രമത്തിന്റെ ഫലമായി മകം നക്ഷത്രക്കാർക്ക് അടുത്ത 2027 വിഷു വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1201 മേടം 2, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ പകൽ 9:32 മേടവിഷു സംക്രമണം. മേടരവി സംക്രമം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമായതിനാൽ 2026 ഏപ്രിൽ 15 ബുധനാഴ്ച പുലർച്ചെ 4:30 മുതൽ 6:30 വരെയാണ് വീടുകളിൽ വിഷുക്കണി വയ്ക്കാൻ നല്ലത്. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. മധ്യഷഡ്ഗമുള്ള നാളുകാരായ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇവർക്ക് പ്രശസ്തി, സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധി, എല്ലാ കാര്യങ്ങളിലും തടസ്സം മാറുക, പുതിയ ജോലി ലഭിക്കുക എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. ഈ മധ്യഷഡ്ഗത്തിൽ ഉള്ളതായ മകം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. മകം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പിതൃക്കൾ ദേവതയായുള്ള മകം നക്ഷത്ര ജാതർ വിജ്ഞാന തൃഷ്ണ, ആത്മാഭിമാനം, കർമ്മകുശലത, ക്ഷിപ്രകോപം, ധാർമ്മിക ബോധം, സൗന്ദര്യം, സമ്പത്ത് എന്നിവയുള്ളവരായിരിക്കും. പ്രായോഗിക ബുദ്ധിയും വ്യക്തമായ അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായ ഇവർ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അസാമാന്യമായ സ്ത്രീത്വം ഏത് രംഗത്തും പ്രകടിപ്പിക്കുന്ന മകം സ്ത്രീകൾ ആദർശശുദ്ധിയും ധാർമ്മിക ബോധവും ശാലീനതയും കൈവിടുകയില്ല. മകം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് പുതിയതോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആയ വരുമാന മാർഗങ്ങൾ കൈവരും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. രോഗം, ശത്രു, കടം എന്നിവയെ അതിജീവിക്കുന്നതിനായി ഒരു ജ്യോതിഷിയുടെ സഹായത്തോടുകൂടി ചില പ്രതിക്രിയകളോ പരിഹാര കർമ്മങ്ങളോ എല്ലാം ഇവർ ഈ വരുന്ന വിഷുവിന് ശേഷം ചെയ്യുന്നതാണ്. കല, സാഹിത്യം, നൃത്തം, രചന മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ കൈവന്നു ചേരുന്ന സമയമാണിത്. താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകുന്നതിന് ഇടയാകും. തന്റെ എല്ലാ പ്രവർത്തികളിലും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കും.
നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ പ്രമോഷൻ, ഉന്നത സ്ഥാനമാനങ്ങൾ, സ്ഥലം മാറ്റം എന്നിവയെല്ലാം ലഭിക്കാവുന്ന ഒരു സമയമാണിത്. ചെറിയ തൊഴിലുകളും മറ്റും ചെയ്തിരുന്നവർ തന്റെ കർമ്മമേഖല വികസിപ്പിക്കുന്നതിനും മറ്റുമായി പുറത്തുനിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കുകയോ മറ്റോ ചെയ്യുകയും തന്റെ തൊഴിലിനെ പരമാവധി വിജയിപ്പിക്കുന്നതിനായി കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്നതാണ്. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് ഉയരുകയും തന്റെ കീഴിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശിക്ഷണം കൊടുക്കുന്നതിനുമെല്ലാം വിഷുവിന് ശേഷം ഇടയാകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകും. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്നു പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. പിതൃസ്വത്ത് ലഭിക്കാനിടയാകുകയും മകം നക്ഷത്രക്കാരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി ലഭിക്കുന്നതിനോ ജോലി മാറ്റം ലഭിക്കുന്നതിനോ ഇടയാകുകയും ചെയ്യുന്നതാണ്. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം എന്നോണം ചില ദാനധർമാദി കാര്യങ്ങളും തീർത്ഥസ്നാനവും മറ്റും ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി വ്യാപരിക്കാൻ ഇടയാകുന്നതുമാണ്. തൊഴിൽ സംബന്ധമായി ദൂരദേശത്ത് താമസിച്ചിരുന്നവർക്ക് വീട്ടുകാരോടും ബന്ധുക്കളോടും ഒത്തു താമസിക്കാവുന്ന രീതിയിൽ തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതിനും തൊഴിലെ സംഘർഷ അവസ്ഥകളെല്ലാം മാറി സമാധാനപരമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരികയും ചെയ്യുന്നതാണ്. വക്കീൽ, ജഡ്ജ്, രാഷ്ട്രീയക്കാരൻ, ലെക്ചറർ, കലാകാരൻ, ജ്യോത്സ്യൻ, ആർക്കിടെക്ട്, ഭരണകർത്താവ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. മകം നക്ഷത്രക്കാരുടെ ദേവതയായ ശനിദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ ഭജിക്കുന്നതോ ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.